നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് ഡിസംബർ 31 ഒരു വർഷത്തിൻ്റെ അവസാനമാണ്. 2025 ഡിസംബർ 31, അതായത് 1201 ധനു 16-ാം തീയതി. ഈ ധനുമാസം കഴിഞ്ഞാൽ പിന്നെ മകരമാസം 1-ാം തീയതിയാണ്. ശബരിമല മകരജ്യോതി ദർശനത്തിൻ്റെയൊക്കെ ദിനമാണ്. ഭക്തർ ഒഴുകി വരുന്ന ദിനമാണ്. ഇന്നത്തെ ദിനം ബുധനാഴ്ചയാണ്. ഇന്ന് ബുധനാഴ്ച, സൂര്യോദയം 6:47, അസ്തമയം വൈകിട്ട് 6:07 തൃശ്ശൂരിൽ. ഇന്നത്തെ ബുധനാഴ്ചത്തെ തിഥി നല്ല തിഥിയാണ്. വെളുത്ത പക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. തിഥി നന്നായാൽ സാമ്പത്തികമായി ഗുണം വരും. പക്ഷെ നക്ഷത്രമോ? ഇന്ന് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക വാങ്ങാനും കൊടുക്കാനും പറ്റിയ നക്ഷത്രമല്ല. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മക, ചിത്രാച, രേവതി, ആദാതവ്യം, നദാതവ്യം. കൃത്രിക, കാർത്തിക, ഭാഗ്യം, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി, ആദാതവ്യം, നദാതവ്യം. വാങ്ങരുത്, കൊടുക്കരുത്. എന്ത് സംഭവിക്കും? സശേഷന്തി വിനശ്യതി, അതിന് ബാക്യം നശിച്ചു പോകും. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ വാങ്ങൽ കൊടുക്കൽ ഇന്നത്തെ ദിനം ഒരു തരത്തിലും സ്വീകരിക്കാൻ പറ്റാത്ത ദിനമാണെന്ന് അറിയുക. ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം ഇടവൻ രാശിയാണ്. രാശിക്ക് ബലമുണ്ട്. പക്ഷെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഈ ഒരു ജന്മസിദ്ധമായ ഒരു ദോഷം നിങ്ങൾ കാണുക തന്നെ വേണം. ഇന്നത്തെ ദിനം ബുധനാഴ്ച ഗർഭിണികളും നാൽക്കാലികളും സ്ത്രീകളും യാത്ര ചെയ്യാൻ പാടില്ലാത്ത ദിവസമാണ്. അപ്രകാരമാണ് ശുക്രവാരം വെള്ളിയാഴ്ചയും. ഇന്നത്തെ പ്രാർത്ഥന കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം സൂര്യനാണ്. അതിനാൽ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കണം. നിങ്ങൾ വളരെയധികം ഒരു കരുത്ത് പ്രദാനം ചെയ്യും. വെൻ യു ചാൻ ദ പവർഫുൾ ആദിത്യ ഹൃദയ മന്ത്ര. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സൗമസ്ഥിതം ദൈവദശ്ച സമാഗമ്യ ദ്രഷ്ടുമഭ്യാഗതോരണം ഉപഗമ്യാബ്രവീദ്രാമം അഗസ്ത്യോ ഭഗവാൻ സദാ രാമ രാമ മഹാബാഹോ ശൃണു ഗുഹ്യം സനാതനം യേന സർവാനരീൻവർഷ സമരേ വിജയിഷ്യസി. ഇപ്രകാരമുള്ള മന്ത്രം 32 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പഠിക്കണം. ആരുടെ മുന്നിലും പതറാതെ കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാരെ പരിരക്ഷിക്കും ആദിത്യൻ. ദ ഹർട്ട് ഓഫ് ആദിത്യ, ദാറ്റ് ഈസ് ആദിത്യ ഹൃദയ മന്ത്രം. രാമായണ യുദ്ധത്തിൽ രാവണൻ്റെ പ്രഭാവം കണ്ട് മയങ്ങിപ്പോകുന്ന ശ്രീരാമനെ ഉപദേശിക്കുകയാണ് അഗസ്ത്യ മഹർഷി. അവിടെയാണ് യുദ്ധത്തിൽ അവസാനം അദ്ദേഹം രാവണനെ വധിക്കുന്നത്. എപ്രകാരമാണ് ഭഗവത്ഗീതയിൽ യുദ്ധത്തിലാകെ പരിഭ്രാന്തനായ സ്വന്തം ബന്ധുജനങ്ങളെ കണ്ട് അർജുനൻ ഭഗവത്ഗീത ബൂസ്റ്റ് ചെയ്ത് ഉപദേശിക്കുന്നത്. അപ്രകാരം ആദിത്യഹൃദയം വളരെയധികം ഉപകാരപ്രദമായിരുന്നു രാമന്. ആ മന്ത്രത്തോടു കൂടിയാണ് അദ്ദേഹം മന്ത്രം ജപിച്ച് ആദിത്യനെ നമസ്കരിച്ചു. 3 തവണ ഈ ശ്ലോകം ചൊല്ലി. അങ്ങനെയാണ് അദ്ദേഹം വില്ലെടുത്ത് രാവണനെ നേരിടുന്നതും വധിക്കുന്നതും എന്നറിയുക. കൂളമാല ജലധാര വഴിപാടായി ശിവന് സമർപ്പിക്കുക. ചില പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.